ആശാനെ, എന്റെ ആശാനെ, എത്ര കാലായി നിങ്ങളെ കണ്ടിട്ട്. സത്യമായിട്ടും നിങ്ങളെ കൂട്ടാൻ വേണ്ടി രാവിലെ ജയിലിലേക്ക് വരാന്ന് വിചാരിച്ചാ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ടാ. എന്നാലും നിങ്ങള് നന്നായിക്കണോ? നന്നായിണ്ട്. തടിച്ചോന്ന് ജയിലിൽ നിന്ന് വന്നാന്ന് പറയേയില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞപ്പോ ദുബായിൽ നിന്നൊക്കെ വന്നൊരു ഫീൽ ആയിരിക്കൂലേ? അല്ല, ഞാനത് അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ച്. ദുബായിലാണെങ്കിൽ 5 വർഷം പുറത്ത്, 5 വർഷങ്ങളാണെങ്കിൽ ജയിലില്. ഫീലിങ്സ് എല്ലാം കൂടെ എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? സംഭവം ഞാൻ കളനാ, പക്ഷെ എന്നെ 5 വർഷം ജയിലിലിട്ട ആ SI ദിനേശിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ വീട്ടിലുള്ള സകല സാധനങ്ങൾ എനിക്ക് അടിച്ചു മാറ്റണം. അകത്തേക്ക് എന്നെ വിടുമല്ലോ. ചെയ്യാ. ആശാനെ, ഇതെന്ത് വലിയ വീടാന്ന്. ചുറ്റിലും CC ക്യാമറയും. ഇത് നമ്മളെ പൊക്കും. ഇല്ലടാ, 5 വർഷം ഞാൻ ജയിലിലായിരുന്നു. എനിക്കറിയാത്ത ടെക്നിക്സാ. നീ വാ. ആശാന്റെ പ്ലാനാ. പ്ലീസ് ഒന്ന് വാടാ. നിക്ക്. കള്ളെന്ന് പറഞ്ഞ കാറ്റ് പോലെയാണ്. ആ കാറ്റല്ല, ഇലകളെ കാറ്റ് തലോടുന്നത് പോലെ. അങ്ങനെയായിരിക്കണം അകത്ത് കയറേണ്ടത്. നമ്മളോടൊരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ മൊത്തം ക്യാമറയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലാന്ന്. ഇനാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. ഇവർ കേരളം മൊത്തം ഈ CCTV ക്യാമറ കൊടുത്തോണ്ട് നിൽക്കുക. ഓരോ ടൈപ്പ് കമ്പനികള്. ഊട്ടായിപ്പോ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് വെറുതെ വായി തോന്നി വിളിച്ച് പറയാൻ നിൽക്കരുത്. ഒരു വലിയ സെറ്റപ്പാന്ന്. CCTV സെക്യൂരിറ്റി സിസ്റ്റം, ഹോം ഓട്ടോമേഷൻ, ഫയർ സെക്യൂരിറ്റി സിസ്റ്റം, അങ്ങനെ വലിയ വലിയ പരിപാടികളാണ്. ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വിട്ടേന്നറിയോ? CCTV സെക്യൂരിറ്റി സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് അറിയാം. എന്നിട്ടാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി. ഈ ഹോം ഓട്ടോമേഷൻ എന്താ? അതൊന്നുമില്ലാന്ന്. ലൈറ്റ് മുതൽ ഗേറ്റ് വരെയുള്ള കംപ്ലീറ്റ് പരിപാടികൾ നമുക്ക് നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പരിപാടി എന്നാ ഇതൊന്ന് പഠിക്കണം. അതിനല്ലേ ഇനാക്സ് അക്കാഡമി ഉള്ളത്. അവിടെ പോയാൽ പഠിക്കാൻ പറ്റും. അതല്ലട മുട്ട, ഇതുണ്ടാക്കിയവരെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് അവരുടെ വീട്ടിൽ കയറണം. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റണം. എന്നിട്ട് SI ദിനേശിന്റെ വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള സകല സാധനങ്ങൾ അടിച്ചു മാറ്റണം. പൊട്ടൻ എന്ന് പറഞ്ഞ ലോക പൊട്ടൻ. ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരെ വീട്ടിൽ നമ്മൾ കയറിയപ്പോൾ നമ്മളെ അവസ്ഥ ഇതാണെങ്കിൽ ഇത് കൊടുക്കുന്നവരെ വീട്ടിൽ കയറിയുള്ള നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്ക്. ഞാൻ ഇല്ല നിങ്ങളപ്പുറം. ഞാൻ ഇനാക്സ് അക്കാഡമി പോയി പഠിച്ച് രക്ഷപ്പെടാൻ പോവാ. അങ്ങനെ പറയില്ലടാ, ഞാനുണ്ടോ നിന്റെ കൂടെ. ജീവിക്കാൻ സമ്മതിക്കും പ്ലീസ്.